സിനിമയുടെ നാൾവഴികൾ എന്നത് മാനവ ചരിത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങളുടേതാണ്. സിനിമയുടെ വളർച്ചയും ജനകീയതയും ഓരോ കാലഘട്ടങ്ങളുടെയും അടയാളപ്പെടുത്തലുകളാണ്. ഇന്നും നമ്മെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സിനിമാ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നമുക്ക് കടന്നു പോകാം. 1930 JC ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രമായിരുന്നു മലയാള മണ്ണിൽ പിറന്നു വീണ ആദ്യ മലയാള സിനിമ. പിന്നീട് 1938 നിർമ്മിച്ച ബാലനിലൂടെയാണ് മലയാള സിനിമ സംസാരിക്കാൻ തുടങ്ങിയത്. സംഗീത നാടകങ്ങളുടെയും ശക്തമായ സ്വാധീനം ആദ്യകാല സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്നു. തിക്കുറിശ്ശി സുകുമാരൻ നായർ രചിച്ച് 1950 പുറത്തിറങ്ങിയ ശ്രീ എന്ന ചലച്ചിത്രം മലയാള സിനിമയുടെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. പുരാണങ്ങളും നാടോടി പാരമ്പര്യങ്ങളും യുക്തിവാദങ്ങളും ഇഴചേർന്നൊഴുകിയ ജീവിത നൗക എന്ന ചിത്രം ആദ്യത്തെ ഹിറ്റുകളുടെ പട്ടികയിൽ ഇടം നേടിയതും വാണിജ്യ സിനിമകൾക്ക് ഒരു വഴികാട്ടിയാകുകയും ചെയ്തത് 1951 1954 P. ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിൽ തൊട്ടുകൂടായ്മ പോലുള്ള സാമൂഹിക വിപത്തുകൾക്കെതിരെ മനുഷ്യ മനസാക്ഷിയെ ഉണർത്തുവാൻ കരുത്തുള്ള കാഹളമായിരുന്നു. പിന്നീട് വന്ന ന്യൂസ് പേപ്പർ ബോയിയും പ്രസന്നയുമൊക്കെ പ്രമേയം കൊണ്ടും ആഖ്യാന രീതി കൊണ്ടും വേറിട്ടൊരു അനുഭവമായി സമ്മാനിച്ചവയായിരുന്നു. 1972 വിദ്യാർത്ഥികളെ ഇതിലെ എന്ന സിനിമയിലൂടെ തുടക്കം കുറിച്ച് ആലപ്പുഴക്കാരനായ ജോൺ അബ്രഹാം തന്റെ സിനിമകളിലൂടെ ചില വിവാദങ്ങൾക്ക് തിരിതെളിച്ചെങ്കിലും സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ മലയാള സിനിമയെ ലോക ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തുകയും ചെയ്തു. ആദ്യത്തെ 70mm ചിത്രം, ആദ്യത്തെ 3D ചലച്ചിത്രം ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ചത് നമ്മൾ മലയാളികളാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ നിരവധി മലയാള സിനിമകൾ നമുക്കുണ്ട്. 1973 പുറത്തിറങ്ങിയ നിർമാല്യം, 1978 കൊടിയേറ്റം, പിന്നീട് വന്നപ്പോൾ പിറവി, മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, കളിയാട്ടം തുടങ്ങി ഉള്ളൊഴുക്ക് വരെ പുരസ്കാര നിര നീണ്ടു കിടക്കുന്നു. മികച്ച സംവിധായകൻ, മികച്ച നടീനടന്മാർ, ഗായകർ, കഥ, തിരക്കഥ, സംഗീതം തുടങ്ങി ഒട്ടനവധി വ്യക്തിഗത പുരസ്കാരങ്ങൾ വേറെയുമുണ്ട്. ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകന്മാരായി അഭിനയിച്ച് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ ചരിത്രം വരെ മലയാള സിനിമയ്ക്ക് അവകാശപ്പെട്ടതാണ്. പ്രേം നസീർ, ഷീല ജോഡികളുടേതാണ് ആ അമൂല്യ നേട്ടം. 1970 മുതൽ 80 വരെയുള്ള കാലമാണ് മലയാള സിനിമയുടെ സുവർണകാലം. അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, പത്മരാജൻ, ഭരതൻ, ഷാജി എൻ കരുൺ തുടങ്ങി നിരവധി സംവിധായകരിലൂടെ ലോക ചലച്ചിത്ര പ്രേമികൾ മലയാള സിനിമയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. 1990കളിലും 2000കളിലും വാണിജ്യ സിനിമകളും കഥാപാത്ര പ്രാധാന്യമുള്ള സിനിമകളും ഒരുമിച്ച് വളർന്നു വന്നു. സിനിമകൾ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളും മാറ്റങ്ങളും ചർച്ച ചെയ്തു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ഉർവശി, മഞ്ജു വാര്യർ പോലുള്ള സൂപ്പർ സ്റ്റാറുകളും ഇളം തലമുറയിലെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത് തുടങ്ങി വലിയ നിര തന്നെ മലയാള സിനിമയുടെ മുഖമായി മാറി. ഇപ്പോൾ മലയാള സിനിമ വീണ്ടും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. മഹേഷിന്റെ പ്രതികാരം, ജോജി, മിന്നൽ മുരളി, കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകൾ ആഖ്യാന രീതി കൊണ്ട് ദേശാന്തരങ്ങളിൽ ശ്രദ്ധേയമായി. അവസാനമായി ഇറങ്ങിയ ലോക മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രം വിനോദത്തിന്റെ മാത്രം കഥയല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും കാലഘട്ടത്തിന്റെയും കൂടി ചരിത്രമാണ്.